ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും ചോറുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് റൈസ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പരിപ്പും ചോറും ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ റൈസ് നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പൊന്നരിയാണ്. പൊന്നരി തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് റൈസ് നമുക്ക് ഈ പരിപ്പും ചോറിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അതിപ്പോൾ പച്ചരി ആണെങ്കിൽ നമുക്ക് ആ പച്ചരിയിൽ ഇത് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പരിപ്പും ചോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് മാത്രമല്ല, ചെറിയ ഉണ്ണികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വളരെയധികം മടിയുള്ള കുട്ടികളൊക്കെ ആയിരിക്കും അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ മോനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ വളരെയധികം മടികളാണ്. അപ്പോൾ അവനാണെങ്കിലും പ്രീമച്ചുറാണ്. അപ്പോൾ അവനെന്ന് പറയുമ്പോൾ വെയിറ്റ് തീരെ കൂടില്ല. അപ്പോൾ പിന്നെ വെയിറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വരില്ലേ, അവർക്കൊക്കെ ഇങ്ങനത്തെ റൈസ് ഇടയ്ക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നെയ്യിലിട്ടുണ്ടാക്കണ കാരണം വെയിറ്റ് വെക്കാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനും നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കിത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു വെറൈറ്റി ആയി, അപ്പോൾ കഴിക്കാനും ഇഷ്ടമുണ്ടാവും. എന്നും ഒരേപോലെ ആകുമ്പോൾ അവർക്കും വളരെയധികം മടുപ്പ് വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിലേക്ക് 1 കപ്പ് പരിപ്പ് കഴുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ 1 മടങ്ങ് കൂടി കൂടുതൽ എടുക്കണം പരിപ്പിന്. 1/2 കപ്പ് അരിക്ക് 1 കപ്പ് പരിപ്പ്, ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള പരിപ്പ് തുവരപ്പരിപ്പാണ് കേട്ടോ. നമ്മൾ സാമ്പാറിലേക്ക് എടുക്കില്ലേ, ആ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ വേവിക്കണം. എന്ന് പറഞ്ഞാൽ വെന്ത് കുഴയണം, ആ രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ. എന്നുവെച്ചാൽ ആ പരിപ്പും ചോറും നല്ലപോലെ മിക്സായി വരണം. അപ്പോൾ അതുപോലെ വേവിച്ചെടുക്കാനായിട്ട് നോക്കാം. അതിന് മുന്നേ ഇതിൽ കുറച്ച് കാര്യങ്ങളും ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പരിപ്പിൻ്റെയും അരിയുടെയും ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒറ്റ വിസില്, അതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വിസിലടിപ്പിക്കാനായിട്ട്. അതിനുശേഷം നല്ല പോലെ ലോ ഫ്ലെയിമിലാക്കിയിടുക. ഒരു 4 വിസിലടിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഇപ്പം ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഒരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂണോളം കായപ്പൊടി, ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം ഒറ്റ വിസിലടിപ്പിക്കുക. വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ടൊരു 4 വിസിലടിപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വെന്തതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റൈസും പരിപ്പും എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതെല്ലാതും ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പരിപ്പും റൈസിനും ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുക്കുന്നത്. ഇതൊന്നും കൂടിയും ആ വെള്ളവും ആ പരിപ്പും ഒക്കെ കൂടിയിട്ട് നല്ലപോലെ മിക്സ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് കാച്ചി ഒഴിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ അതിലും കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി തീരെ നെയ്യ് ഇഷ്ടമല്ല എന്നുള്ളവരാണെങ്കിൽ കുറച്ച് സാധാ വെളിച്ചെണ്ണയില്ലേ അതിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള 6-7 അല്ലി വെളുത്തുള്ളിയിൽ ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇതിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതേ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ചോറും പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് ഇത് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അത് ആ കായപ്പൊടിയുടെ ഫ്ലേവറും എല്ലാം അതിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങും, ആ നെയ്യുടെ ഫ്ലേവറൊക്കെ. അപ്പോൾ അതിനായിട്ട് അങ്ങനെ ചെയ്യണത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പും ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലാസ്റ്റ് നെയ്യ് ഒഴിക്കുന്ന സ്റ്റെപ്പില്ലേ, അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളതിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. കാരണം ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കുന്ന കാരണമാണ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെച്ചിട്ടുള്ളത്. ഉണ്ണികൾക്കൊക്കെ ആകുമ്പോൾ നമുക്കൊരു 2 ടീസ്പൂൺ വരെ ഒഴിച്ച് കൊടുക്കാം. ഫുഡ് കഴിക്കാൻ മടിയുള്ള ഉണ്ണികൾക്കും അതുപോലെ തന്നെ വെയിറ്റ് ഇല്ലാത്ത ഉണ്ണികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അത് അങ്ങനെ ചോദിച്ച് വന്ന് മേടിക്കും, അത്രയും ടേസ്റ്റിയായ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്കാണെങ്കിലും കേട്ടോ, മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക, ഇത് കഴിക്കുക. അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.